Question number 5. Using the principal values of inverse trigonometric functions, the sum of the maximum and minimum values of the expression 16 into sec inverse x the whole square plus cosec inverse x the whole square is. അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ അതിൻ്റെ സമ്മാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും തന്നിരിക്കുന്ന എക്സ്പ്രഷൻ നമുക്ക് എടുക്കാം. 16 ഇൻറ്റു അല്ലേ സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ആണല്ലോ വേണ്ടത്. ആ മിനിമം മാക്സിമം ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 16 ഇൻറ്റു സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ, ആ കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ ഞാൻ π/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതുന്നു. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കാരണം സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു π/2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? π/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു അല്ലേ സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ. ആ രണ്ടാമത്തെ ടൈം നോക്കിയേ, രണ്ടാമത്തെ ടൈം എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമാണ്. എക്സ്പാൻഡ് ചെയ്താലോ എ സ്ക്വയർ π/2ൻ്റെ സ്ക്വയർ π²/4 മൈനസ് 2ab π ഇൻറ്റു സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നല്ലേ വരിക, പ്ലസ് ബി സ്ക്വയർ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ 2 ടൈംസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. പിന്നെ മൈനസ് പൈ ഇൻറ്റു സീക്ക് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, പിന്നെ പ്ലസ് π²/4 ഉണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്താലോ, ആ ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് ഒരു 2 കൂടെ അങ്ങ് കോമൺ എടുത്തേക്കാം. അങ്ങനെ 2 കൂടെ കോമൺ എടുത്താൽ 16 ഇൻറ്റു 2 ഇൻറ്റു അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്താ കിട്ടുക? സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് π/2 ഇൻറ്റു സീക്ക് ഇൻവേഴ്സ് എക്സ്, ശരിയല്ലേ, പ്ലസ് π²/4 നിന്നും 2 മാറ്റിയാൽ അത് π² എന്തായിട്ട് മാറും? 8 ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു 2 എന്ന് പറയുന്നത് 32 ഇൻറ്റു ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ ബ്രാക്കറ്റിനകത്ത് കാണുന്ന ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനെ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റുന്നു. നമുക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനെ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റാൻ എക്സിൻ്റെ കോയഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് ചേർക്കല്ലേ വേണ്ടത്. അപ്പം ഞാനിവിടെ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് അത് മൈനസ് π/2 ആണ്. ഇവിടെ എക്സിന് പകരം സീക്ക് ഇൻവേഴ്സ് എക്സ് എന്നല്ലേ, സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് മൈനസ് π/2, അതിൻ്റെ ഹാഫ് എടുത്താൽ മൈനസ് π/4, സ്ക്വയർ എടുത്താൽ π²/16. ആ π²/16 ഞാൻ ആ തേർഡ് പൊസിഷനിൽ ആഡ് ചെയ്ത് ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെയായിട്ട് മാറും? സീക്ക് ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് π/2 ഇൻറ്റു സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് π²/16 ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. പക്ഷെ ആഡ് ചെയ്താൽ വാല്യൂ ചേഞ്ച് ആകാതിരിക്കാൻ ഉടനെ തന്നെ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തു. പിന്നെ ഓൾറെഡി അവിടെ ഒരു π²/8 വേറെയുണ്ട് അല്ലേ. യെസ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലുള്ള പ്രയോജനം എന്താ? ഈ ആദ്യത്തെ 3 എണ്ണത്തിന് ഇപ്പോൾ എനിക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ എഴുതാൻ പോവുക? ഇസ് ഈക്വൽ ടു 32 ഇൻറ്റു ആദ്യത്തെ 3 ടേംസിനെ ചേർത്തിട്ട് സീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് അല്ലേ π/4 ദ ഹോൾ സ്ക്വയർ എന്നെനിക്ക് എഴുതാമല്ലോ, π/4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പിന്നെ ബാക്കി എന്താ വരുന്നത്? ഈ മൈനസ് π²/16 അതുപോലെ പ്ലസ് π²/8 കൂടെ ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് π²/16 കിട്ടും അല്ലേ. അപ്പോൾ പ്ലസ് π²/16 ആണ് ബാക്കി വരുന്നത്. ശരിയാണോ നോക്കേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമ്മളിപ്പോൾ സീക്ക് ഇൻവേഴ്സ് എക്സിൽ മാത്രമായിട്ട് എഴുതി വെച്ചിരിക്കുക. നമുക്ക് വേണ്ടത് എന്താ? ഇതിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സീക്ക് ഇൻവേഴ്സ് എക്സ് എടുത്താൽ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ്. പക്ഷെ അതിൽ നിന്ന് π/2 നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ എന്തായാലും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π ആണെന്ന് നമുക്കറിയാം. π/2 സീക്ക് ഇൻവേഴ്സ് എക്സിന് വരില്ല, അതും കൂടെയുണ്ട്. ഞാൻ ത്രൂ ഔട്ട് ഒരു π/4 സബ്ട്രാക്ട് ചെയ്യുന്നു. എല്ലാത്തിൽ നിന്നും π/4 സബ്ട്രാക്ട് ചെയ്താൽ 0 മൈനസ് π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് π/4 അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു π മൈനസ് π/4. അതെന്താ കിട്ടുക? 3π/4 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് π/4ൻ്റെ സ്ക്വയർ എടുത്താലോ?
സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അത് 0-യിൽ നിന്നാണ് തുടങ്ങുന്നത്. ശരിയാണല്ലോ മക്കളെ? അല്ലെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം എന്താ വരിക? മൈനസ് പൈ ബൈ 4 ടു 3 പൈ ബൈ 4 ആ. അപ്പോൾ 3 പൈ ബൈ 4ന്റെ സ്ക്വയർ വരെ അല്ലേ പരമാവധി ആ സ്ക്വയർ വരിക. അതായത് 9 പൈ സ്ക്വയർ ബൈ 16. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ സീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയറിന്റെ മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 9 പൈ സ്ക്വയർ ബൈ 16. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് നമ്മുടെ എക്സ്പ്രഷന്റെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ അല്ലെ, ഇതാണല്ലോ നമ്മുടെ എക്സ്പ്രഷനായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഫൈനലി. അപ്പൊ അതിനകത്തേക്ക് എന്ത് ചെയ്താൽ മതി? മാക്സിമം വാല്യൂ കിട്ടാനായിട്ട് സീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയറിന്റെ മാക്സിമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ദാ ഈ സീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ കണ്ടോ, അതിന്റെ മാക്സിമം വാല്യൂ നമുക്ക് എത്രയായി കിട്ടിയിരിക്കുന്നത്? 9 പൈ സ്ക്വയർ ബൈ 16 അല്ലേ. അപ്പൊ അവിടേക്ക് 9 പൈ സ്ക്വയർ ബൈ 16 കൊടുത്താൽ 32 ഇൻറ്റു 9 പൈ സ്ക്വയർ ബൈ 16 പ്ലസ് പൈ സ്ക്വയർ ബൈ 16 കണ്ടോ, ഇതായിരിക്കില്ലേടാ മാക്സിമം വാല്യൂ അല്ലെ? യെസ്, ഇത് എന്ത് കിട്ടും? 32 കൊണ്ട് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 32 അല്ലെങ്കിൽ ആ 1/16 പുറത്തേക്ക് മാറ്റാം. 1/16 പുറത്തേക്ക് മാറ്റിയാൽ 9 പൈ സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ അത് എത്രയാ? 10 പൈ സ്ക്വയർ എന്ന് കിട്ടും. 16ഉം 32ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 2 ആക്കാം. അപ്പൊ ഇത് 20 പൈ സ്ക്വയർ അല്ലേ വരിക. അപ്പൊ ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് ദി ഗിവൺ എക്സ്പ്രഷൻ. ഇനി നമുക്ക് മിനിമം വാല്യൂ കൂടെ വേണ്ടേ? നോക്കിയേ മക്കളെ, മിനിമം വാല്യൂ വേണമെങ്കിൽ ദാ ഇവിടെ ഇതിന്റെ മിനിമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. സീക്ക് ഇൻവേഴ്സ് എക്സ് മൈനസ് പൈ ബൈ 4 ദ ഹോൾ സ്ക്വയറിന്റെ മിനിമം വാല്യൂ എത്രയാ? ദാ ഇവിടെയുണ്ട്, അത് 0 അല്ലേ. അപ്പൊ ആ മിനിമം വാല്യൂ എടുത്ത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പ്രഷന്റെ മിനിമം വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 ഇൻറ്റു 0 പ്ലസ് പൈ സ്ക്വയർ ബൈ 16 കിട്ടും അല്ലെ. ഇത് 2 പൈ സ്ക്വയർ എന്നല്ലേ വരിക. അപ്പൊ മിനിമം വാല്യൂ എന്നുള്ളത് 2 പൈ സ്ക്വയർ, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 20 പൈയും കിട്ടും. ശരിയാണല്ലോ, പൈ സ്ക്വയറും കിട്ടും. നമുക്ക് വേണ്ടത് ഈ മിനിമം വാല്യൂവിന്റെയും മാക്സിമം വാല്യൂവിന്റെയും സം അല്ലേ. അപ്പൊ അതെന്താ കിട്ടുക? 20 പൈ സ്ക്വയർ പ്ലസ് 2 പൈ സ്ക്വയർ വരും, അഥവാ 22 പൈ സ്ക്വയർ അല്ലേ കിട്ടുക. സോ ഫൈനൽ ആൻസർ ഈസ് 22 പൈ സ്ക്വയർ. 22 പൈ സ്ക്വയർ വന്നിരിക്കുന്നത് ഓപ്ഷൻ 4 ആയിട്ടാണ്. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്.